കാരശ്ശേരി സ്വദേശി പൊയിലിൽ അബ്ദു എന്ന കർഷകന്റെ വീടാണ്. വീടെന്ന് പറയുന്നതിലും നല്ലത് മാമ്പഴ നഴ്സറി എന്ന് പറയുന്നതായിരിക്കും. കാര്യം മറ്റൊന്നുമല്ല, കാരശ്ശേരി ചീപ്പാങ്കുഴിയിലെ ഈ വീട്ടിലെത്തുന്ന ആർക്കും കാണാനാവുന്നത് ഇന്ത്യയിലെയും വിദേശത്തെയും നിരവധി മാവുകളും അതിൽ കാഴ്ച നിൽക്കുന്ന മാങ്ങകളുമാണ്. 150ഓളം ഇനം മാവുകളാണ് ഇദ്ദേഹം നട്ടുവളർത്തി പരിപാലിച്ചു പോരുന്നത്. അതിൽ 50ഓളം വെറൈറ്റി ഇനങ്ങൾ കാഴ്ച കഴിഞ്ഞു. നാടൻ മാവുകളിൽ ഗ്രാഫ്റ്റിങ്ങും ബെഡിങ്ങുമെല്ലാം നടത്തിയാണ് മറ്റ് നിരവധി ഇനം മാങ്ങളുണ്ടാവുന്ന മാവുകളാക്കി മാറ്റുന്നത്. ഇവിടെ എൻ്റെ ഫാമിൽ ഏകദേശം ഒരു 150ഓളം വെറൈറ്റി പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. 50ഓളം വെറൈറ്റി പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട്. ശരിക്ക് അതല്ല കായ്ക്കുക. ഇപ്പം കാലാവസ്ഥ ഡിസോർഡർ ആയിരുന്നല്ലോ, നേരത്തെ മഴ പെയ്തുകൊണ്ട് കുറച്ച് ലേറ്റായി വേണ്ടാവാൻ. എന്നാലും കുഴപ്പമില്ല, 50ഓളം വെറൈറ്റി കായ്ച്ചിട്ടുണ്ട്. അത് കുറേ മാവുകൾ ഞാൻ നേരത്തെ പ്ലാന്റ് ചെയ്ത്, ആന്ധ്ര മാവുകളൊക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും കായ്ക്കുന്നില്ല. മല്ലിക പൊതുവേ ഇവിടെ കായ്ക്കൽ കുറവാണല്ലോ. അപ്പം അങ്ങനത്തെ വെറൈറ്റീസൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേറെ സ്റ്റോൺ ബെഡ് ചെയ്തിട്ടാണ് രണ്ടാമത് റീകണ്ടീഷൻ ആക്കിയത്. സിന്ദൂർ, നാസി പസന്ത്, ഒളോർ, ചേലൻ തുടങ്ങി നാം അറിയുന്നതും അറിയാത്തതുമായ മാവുകൾ ഇവിടെയുണ്ട്. നാടൻ മാവുകളിൽ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ മാവുകൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിക്കുമെന്ന് അബ്ദു പറയുന്നു. ഒപ്പം നല്ല ഫലവും ലഭിക്കും. ഇല്ല, ഇപ്പോൾ ഏകദേശമൊക്കെ 50 കായ്ച്ചു. ഇനി ഇവിടെ ഉള്ള മാവുകൾ ഏകദേശം കായ്ക്കാനായ മാവുകൾ തന്നെയാണ്. 1.5 വർഷം 2 വർഷം കൊണ്ടൊക്കെ ഏകദേശം ആയിന്. സിന്ദൂർ ഇപ്പം നേരത്തെ കണ്ടില്ല, സിന്ദൂർ, ആപ്പിൾ റുമേനിയ, കാലാപ്പാടി, നാസി പസന്ത്, പിന്നെ നാടൻ വെറൈറ്റിയായ ഒളർ, ചേലന്. നമ്മുടെ കാലാവസ്ഥയിലേക്ക് പറ്റിയ ഇനങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. നാട്ടുമാവിലേക്കൊക്കെ ചെയ്യാം. ശരിക്കും നമ്മളെ ഈ അച്ചാർ കിട്ടുന്ന, ഉപ്പിലൊക്കെ ഇടുന്ന മാങ്ങല്ലേ, ആ മാങ്ങൻ്റെ കുരുമുളപ്പിച്ചിട്ട് അതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യും. അത് ശരിക്കും നഴ്സറി മാതിരി ഇപ്പോൾ ആവുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെയുള്ള നിലവിലുള്ള മദർ പ്ലാന്റിൽ നിന്നൊക്കെ തൈ എടുക്കണം. അത് പ്രതിരോധ ശക്തി കൂടും, മാവിന് നല്ല കരുത്തുണ്ടാവും. മറ്റത് ഈ പുറത്തുനിന്ന് വരുന്ന മാവുകൾ കൂടുതലും ഈ ജ്യൂസ് ഒക്കെ അടിച്ചിട്ടായി ചണ്ടി മാങ്ങൻ്റെ അണ്ടി ഒഴിവാക്കും. അത് മൂപ്പൊന്നും ആവില്ലല്ലോ. അപ്പോൾ അതായിരിക്കും അതിൻ്റെ മുകളിലായിരിക്കും ഇത് ഗ്രാഫ്റ്റ് ചെയ്യുക. കൂടുതലും മാവിന് ചീക്കൊക്കെ വരുന്നതും കേട് വരുന്നതും കാരണം അതാ. ഓരോ വർഷവും വിളവെടുത്തതിന് ശേഷം മാവ് വെട്ടി വൃത്തിയാക്കുകയാണെങ്കിൽ അടുത്ത വർഷവും നല്ല വിളവ് ലഭിക്കും. കർഷകർക്കും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കും ഗ്രാഫ്റ്റിങ്ങിനെയും ബഡിങ്ങിനെയും കുറിച്ച് ക്ലാസ് എടുത്തു നൽകാറുമുണ്ട് അബ്ദു പൊയിലിൽ. അത് ഓരോ താല്പര്യമാണല്ലോ. ഞാനിത് ഇപ്പോൾ ഫസ്റ്റിൽ കണ്ട ഈ മാവ് എന്ന് പറഞ്ഞാൽ ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ നട്ടൊരു മാവാണ്. അപ്പോൾ അതിന് ഓരോ ആൾക്കാർക്ക് ഓരോ താല്പര്യം ഉണ്ടാവുമല്ലോ. മാങ്ങ നമ്മളൊരു ഫേവറേറ്റാണ്. അപ്പോൾ അതിനേറ്റൊരു റിസർച്ച് ചെയ്യാന്നുള്ള. പിന്നെ കർഷകർക്ക് ഇവിടെ ബഡിങ് ഗ്രാഫ്റ്റിംഗ് ക്ലാസ് ഉണ്ട്. പിന്നെ സ്കൂളിൽ പിള്ളേരൊക്കെ വെല്ലുണ്ടായിനി. ഇപ്പം കൊറോണ ആയതുകൊണ്ട് ഈ വർഷവും കഴിഞ്ഞ വർഷവും ഇല്ല. ബഡിങ് പഠിക്കാൻ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം. നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുക്കും. ഈ മാവിൻ്റെ തയ്യായിട്ട് വരികയാണെങ്കിൽ ഏത് കമ്പാണോ വേണ്ടത്, ഏത് മാവിൻ്റെ കമ്പാണോ വേണ്ടത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് അവരോട് തന്നെ ചെയ്യിച്ചിട്ട് അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അബ്ദുവും കാർഷിക വൃത്തിയും തമ്മിൽ വർഷങ്ങളുടെ പഴക്കമാണുള്ളത്. തൻ്റെ വീടിന് മുമ്പിൽ ഇന്ന് കാണുന്ന മാവ് അബ്ദു 8ാം തരത്തിൽ പഠിക്കുമ്പോൾ നട്ടുപിടിപ്പിച്ചതാണ്. ഈ മാവിൽ 30 ഇനം വെറൈറ്റികളാണ് ബഡ് ചെയ്തത്. 1000 ഇനമെങ്കിലും ബഡും ഗ്രാഫ്റ്റും ചെയ്ത് നിരവധി വെറൈറ്റി മാങ്ങകൾ ഉൽപ്പാദിപ്പിക്കണമെന്നാണ് അബ്ദുവിൻ്റെ ആഗ്രഹം. അൽഫോൺസ, കാലാപ്പാനി, നാസി പസന്തു, കോശേരി, ആപ്പിൾ റുമേനിയ, വൈറ്റ് മൂവാണ്ടൻ, സിന്ദൂർ, വെങ്ങരപ്പള്ളി, ചക്കരക്കുട്ടി, നീലൻ, നാടൻ ഇനങ്ങളായ ചേലൻ, ഒളോർ തുടങ്ങിയവയുടെയെല്ലാം തൈകൾ അബ്ദുവിൻ്റെ കൈവശമുണ്ട്. മാവിൻ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടും ഫലങ്ങൾ ലഭിക്കാതെ നിരാശരാകുന്നവർക്കും അബ്ദുവിൻ്റെ പക്കൽ മറുപടിയുണ്ട്. നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും അനുയോജ്യമായ മാവിൻ തൈകൾ വേണം നട്ടുപിടിപ്പിക്കാൻ. കൃത്യമായി സൂര്യപ്രകാശം ലഭിക്കേണ്ടതും മാവിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ഇപ്പോഴും പുതിയ ഇനം മാവുകൾ കണ്ടെത്താനുള്ള നിർത്താത്ത ശ്രമത്തിലാണ് അബ്ദു. ഒരു നിയോഗം പോലെ. ക്യാമറമാൻ ജെ ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.